ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്സുമായിട്ടാണ് വന്നുള്ളത്. മീറ്റ് ബോക്സ്, ഇറച്ചിപ്പെട്ടി പറയും. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ: കോഴിമുട്ട, മൈദ, സവാള, പച്ചമുളക്, മല്ലിച്ചപ്പ്, കറിവേപ്പില, പിന്നെ കുറച്ച് ബീഫ്. അത് ഞാൻ കുറച്ച് ബീഫും ഇത്തിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി ഇട്ടിട്ട് കുക്കറിലൊന്ന് ഇത്തിരി വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. അതൊരു നമ്മളെ പാന് ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചുള്ള സവാള ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. അതിൽ പച്ചമുളക് ഇടുക. പിന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും പുതിനയും ഇടുക. നന്നായി ഇങ്ങനെ വഴറ്റി വന്നിട്ടുണ്ട്. നല്ല വഴറ്റി വരുമൊന്നും വേണ്ട, ഒരു ഒത്തിരി ബ്രൗൺ കളറായാൽ മതി. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് മസാലപ്പൊടികളില്ല അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുക. പിന്നെ വേവിച്ച് വെച്ച് ബീഫ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട്, ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളൂ. അത് ഇതിലേക്ക് കൂട്ടി കൊടുക്കാം. അപ്പം നമ്മളുടെ അത് സെറ്റായി. നമ്മുടെ ഇറച്ചിപ്പെട്ടി എന്ന് പറയും, അതിലേക്ക് ഉള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിലേക്കുള്ള ഫില്ലിങ്. അപ്പോൾ അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ അതിന് മൈദയും കോഴിമുട്ടയും കൂടി മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക. നല്ല ലൂസായിട്ട്, നല്ല കട്ടിയും പാടില്ല. അപ്പോൾ അത് എടുത്ത് നമ്മൾ പാനിൽ ദോശ ഉണ്ടാക്കിയെടുക്കാം. തീരെ കട്ടി പാടില്ല കേട്ടോ ദോശ. ഒരു മിനിറ്റ് വേവിക്കാട്. അത് കഴിഞ്ഞ് നമുക്ക് ദോശ വെക്കാം. അപ്പോൾ നമ്മൾ ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കയ്യുള്ളി അങ്ങനെ അതിലേക്ക് ഇപ്പോൾ നമ്മൾ ദോശ റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നിറച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ. എൻ്റെ ഇവിടുത്തെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് രണ്ട് സൈഡും മടക്കി, അടുത്ത സൈഡും രണ്ട് മൂലകളും മടക്കിയിട്ട് ബോക്സ് രൂപത്തിൽ മടക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ മീറ്റ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഒരു കോഴിമുട്ട ഉടച്ചെടുത്തിട്ട് അതിൽ കുരുമുളക് പൊടി, മല്ലിയിൽ ഉപ്പും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മീറ്റ് ബോക്സ് എന്ത് ചെയ്യുക, അതിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് അതിനെ ചട്ടിയിലിട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് ഗോൾഡൻ കളറാവുന്ന വരെ റെഡിയാക്കി എടുക്കുക. വേണമെങ്കിൽ ഇത് വെളിച്ചെണ്ണയിലല്ലാതെ നേരിയതായിട്ട് ഇങ്ങനെ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കാണ്ട് നേരെ ഇങ്ങനെ ഒന്ന് ശാലോ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളുടെ മീറ്റ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇറച്ചിപ്പെട്ടി എന്നും പറയും. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. താങ്ക് യു.